ഏറെ ദുഃഖത്തോടു കൂടി ഏറെ വിഷമത്തോടു കൂടി ചരിത്രപ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിന്റെ രാത്രി മഠത്തിലെ വരവ് ഞങ്ങൾക്ക് നിർത്തിവെക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ പല പ്രാവശ്യം ഞങ്ങള് മീറ്റിംഗ് ജില്ലാ ഭരണകൂടമായിട്ടും പോലീസ് കമ്മീഷണറായിട്ടും കൂടിയിട്ട് രാത്രി 2 മണി വരെ എല്ലാ ഭാഗവും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്ത് അവർക്ക് പൂരം ആസ്വദിക്കാനുള്ള വഴിയൊരുക്കാമെന്ന് പറഞ്ഞിരുന്നു. ദൗർഭാഗ്യവശാൽ അതൊന്നും ഇന്നുണ്ടായിട്ടില്ല. എല്ലാ ഭാഗവും അടച്ചു കെട്ടി. പൂരത്തിന് കുറേ ദിവസം മുമ്പ് തന്നെ ബാരിക്കേഡുകൾ റൗണ്ട് തൃശ്ശൂർ ടൗൺ മുഴുവൻ നിറഞ്ഞിരുന്നു. അപ്പം അതൊക്കെ വെച്ചുകൊണ്ട് വെറും നാമമാത്രം കുറച്ച് പേർക്ക് മാത്രം പൂരം കാണാവുന്നൊരവസരമാണ് ഇന്നുണ്ടായത്. അതുമാത്രമല്ല, ഇന്ന് മാഗസിൻ അത് 4 മണിക്ക് ഞങ്ങൾക്ക് വെടിക്കെട്ട് നടത്തേണ്ടതാണ്. 4 മണിക്ക് വെടിക്കെട്ട് നടത്തേണ്ട ഞങ്ങൾക്ക് 2 മണി വരെ, എത്ര മണി വരെ നമുക്ക് തുറന്നിട്ടില്ല? 2 മണി വരെയാണോ? 2 മണി വരെ ഞങ്ങൾക്ക് അത് തുറന്നു തരാനുള്ളൊരു അവസരം ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുകയാണ് പൂരം നടത്താൻ. എല്ലാവരും കൂടി ഉത്സാഹിച്ച്, ജനങ്ങളെല്ലാവരും സർക്കാരും എല്ലാവരും ഉത്സാഹിച്ചാണ് ഈ പൂരം നടത്തേണ്ടത്. മനസ്സിലായോ? ജില്ലാ ഭരണകൂടവും പോലീസും പൂർണ്ണമായും പരസ്പര സഹകരണത്തോടു കൂടി നടത്തേണ്ടതാണ് തൃശ്ശൂർ പൂരം. ജാതി മതഭേദമന്യേ എല്ലാവരും കൂടി നടത്തുന്നതാണ് തൃശ്ശൂർ പൂരം. ഇതിന് ഇത്തരം ഒരു സന്ദർഭം ഇവരുണ്ടാക്കാൻ പാടില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ എല്ലാ വർഷവും പൂരമെടുക്കുമ്പോൾ ഓരോ കർശനമായ നടപടികൾ ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് ഇത് നടത്താൻ പറ്റാത്തൊരവസരം ആണ് ഉണ്ടായി വരുന്നത്. ഇപ്പോൾ അറിയാമല്ലോ, കോടതിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി. ഇതൊക്കെ ഞങ്ങൾ പാലിക്കുന്നുണ്ട്. 6 മീറ്റർ എന്ന് പറഞ്ഞു, അത് പാലിച്ചുകൊണ്ടാണ് എല്ലാം നടത്തിയത്. പക്ഷെ ഇത് പൊതുജനങ്ങൾക്ക് ഇത് ആസ്വദിക്കാൻ പറ്റില്ല. ഈ വെടിക്കെട്ടാണെങ്കിലും ഒന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിനാണ് ഞങ്ങൾ ഈ പൂരം നടത്തുന്നത്? ആർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ പൂരം നടത്തുന്നത്? അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 11 മണിയോടുകൂടി അടച്ചു കെട്ടി, എല്ലാം അടച്ചു കെട്ടി. ഞങ്ങളെല്ലാം അവസാനിപ്പിച്ചു. മഠത്തിലെ വരവ് ഒരു ആന മാത്രമായിട്ട് നായക്കനാൽ പന്തലിൽ അവസാനിച്ചു. വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് എല്ലാ ജീവനക്കാരും ഞങ്ങളുടെ മെമ്പേഴ്സും എല്ലാവരും പുറത്തിറങ്ങി കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഇങ്ങനെയുള്ള നിബന്ധനകൾ, കർശനമായ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നടത്താൻ താല്പര്യമില്ല. അതുകൊണ്ടാണ്. ആരാണ് ഇത് ചെയ്യുന്ന? ആരാണ് ഇതിന് പിന്നിൽ? ഞാൻ പേരൊന്നും എടുത്ത് പറയാൻ. പോലീസാണോ അതോ ജില്ലാ ഭരണകൂടമാണോ? അല്ല, ജില്ലാ ഭരണകൂടം എല്ലാ കാര്യത്തിനും മീറ്റിംഗ് വിളിക്കുന്നുണ്ടല്ലോ. അത് ജില്ലാ ഭരണകൂടത്തിനോട് ചോദിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം ജില്ലാ ഭരണകൂടത്തിനാണ് ചോദിക്കുന്നത്. ഞങ്ങളെല്ലാവരും എത്രയോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. മിനിറ്റ്സ് ഉണ്ട് അതിൻ്റെയൊക്കെ. ആ മിനിറ്റ്സ് പാലിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകണം. കമ്മീഷണർ ഭാഗത്തു നിന്ന് തുടർച്ചയായിട്ട് ഇങ്ങനെ നടപടി ഉണ്ടാകുന്നത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. കമ്മീഷണറുടെ ഭാഗത്തു നിന്നാണെങ്കിലോ ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലോ പൂരം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ, പൊതുജനങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് ഇങ്ങനെയൊരു നടപടി ശരിയല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. സെക്രട്ടറി എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് നമ്മൾ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിലത്തെ ജനങ്ങൾ മാത്രമല്ല ഇവിടെ വരണേ. തൃശ്ശൂർ പൂരത്തിൻ്റെ ആ 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ ഒരു പൂരം ആസ്വദിക്കാൻ കേരളത്തിലുടനീളം എല്ലാ ആൾക്കാരും വരുന്നുണ്ട്. അതിനു പുറമെ നമ്മുടെ ട്രെയിനുകൾ വരെ നമുക്ക് എല്ലാം സ്പെഷ്യൽ ട്രെയിനുകൾ വരുന്നുണ്ട്. ഇതുപോലെ വിദേശത്ത് നിന്നും ആൾക്കാർ വരുന്നുണ്ട്. വിദേശ പവലിയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഉത്സവമാണ്. ഇതൊക്കെ കാണാൻ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നു. ഈ ആൾക്കാരെ ഒന്നും കാണിക്കാണ്ട് എല്ലാ വഴികളിലും സ്വരാജ് റൗണ്ടിലേക്കുള്ള എല്ലാ വഴികളും അടച്ചുപൂട്ടി ജോലി ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കുൽസിതമായ ചെറിയ ചിന്തകളാണ് അവരുടെ മനസ്സിലുള്ളത്. ഇതെങ്ങനെയാണ്? ഇതൊരു കൊല്ലമല്ല, കഴിഞ്ഞ കൊല്ലം ഇതേ പ്രശ്നമുണ്ടായപ്പോൾ 2-3 മാസമായി തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ റിവ്യൂ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. ഈ ചർച്ചകളിലെല്ലാം ഞങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങളുടെ പൂരം 2 മണിക്ക്, രാത്രി 2 മണിക്ക് ഇവിടെ പന്തലിൽ വന്ന് അവസാനിച്ച് പഞ്ചവാദ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ 3:30 വരെയാണ് നമുക്ക് സമയമുണ്ട്. അതിനുള്ളിൽ നമുക്ക് വെടിക്കെട്ടിനുള്ള ക്ലിയർ ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ ചെയ്താലും നമുക്ക് ഭംഗിയായിട്ട് കാര്യങ്ങൾ പൂരം ആസ്വദിക്കാനും എല്ലാവരും വരുന്നവരെ മുഴുവൻ സന്തോഷത്തോടു കൂടി മടങ്ങാനും സാധിക്കും.
ഇത് വെറും പേക്കൂത്ത് കാണിക്കുകയാണ്. ഇവിടെ മനുഷ്യരെ എന്താ പറയുക, ഇപ്പം കുറച്ച് നേരത്തെ നാക്കിനാലിൽ വെച്ച് ഒരു ലാത്തി ചാർജ് നടത്തി. ഈ ലാത്തി ചാർജ് നടത്തി നടുവിലാലില്. അവിടെ അങ്ങനെ ആ ആൾക്കാർ കയറുമ്പോ ആ ബാരിക്കേഡ് കെട്ടിയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ബാറാടാണ്. ആ ബാറാടുമ്പോൾ സ്ത്രീകളുണ്ട്, മുന്നിൽ സ്ത്രീകളുണ്ട്, എല്ലാം ഉണ്ട്. അവിടെ പോയിട്ട് ലാത്തിയ വിഷയം എല്ലാവരും ഓടിച്ചു. ഇങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ആൾക്കാർ. എന്തൊക്കെയാ ഇവരെ ജോലി ഭാരം കുറയ്ക്കാനാണ് എനിക്ക് തോന്നുന്നത്. കമ്മീഷണറുടെ നടപടി ഇത് മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ ഉള്ള തുടർച്ചയായിട്ട് നമ്മളെല്ലാവരും പരാതി നൽകിയിട്ടുള്ളതാണ്. ഈ പൂരമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പോലീസിന്റെ നടപടി ഈ പൂരത്തെ തകർക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഇതിപ്പോൾ 2ാമത്തെ കൊല്ലാണ്. കഴിഞ്ഞ കൊല്ലം പുതിയൊരാളാണ്, സിസ്റ്റം അറിയില്ല എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളെല്ലാം പറഞ്ഞു. ഇപ്പൊ ഈ ഏറ്റവും സാമ്പിൾ വെടിക്കെട്ടുണ്ടായി, ധാരാളം ആൾക്കാർ സാമ്പിൾ വെടിക്കെട്ട് കാണാൻ പറഞ്ഞ ആൾക്കാർ വന്നില്ല. തൃശ്ശൂർ ഔട്ട്ലേക്ക് കടത്തി വിടുന്നില്ല. കുടുംബമായി എല്ലാവരും വരുന്ന സാമ്പിൾ വെടിക്കെട്ട് കാണാൻ തൃശ്ശൂർ ടൗണിലേക്ക് വരുന്ന റോഡുകളെല്ലാം അടച്ചു കെട്ടി. അത് കഴിഞ്ഞ് തൃശ്ശൂർ പൂരത്തിന് സന്ധ്യയ്ക്ക് ഞങ്ങൾക്ക് പൂരം കാണാൻ എല്ലാ 10 ഘടകപൂരങ്ങളും സന്ധ്യയ്ക്ക് നമ്മുടെ തെക്കോട്ട് ഇറക്കം കഴിഞ്ഞാൽ പൂരമായിട്ട് വരുന്നതാണ്. ഇതൊന്നും ആർക്കും കാണാൻ സാധിക്കുന്നില്ല. എന്തിനാണ് ഇങ്ങനെ വളച്ചു കെട്ടുന്നത് എന്താണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയയില്ല. അപ്പം പറയും വെടിക്കെട്ടിൻ്റെ കാര്യം പറയും. ഈ വെടിക്കെട്ടിൻ്റെ കോടതി വിധിയുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. ഇതൊന്നും ഇവർക്ക് ക്ലിയർ ചെയ്തുകൂടെ? എല്ലാം ഒരു തൃശ്ശൂർ പൂരം ഇല്ലാണ്ടാക്കുക, ഇതാണ് ഇവിടെ കണ്ടുവരുന്നത്. തൃശ്ശൂർ പൂരം ഈ അടുത്ത കൊല്ലം ഇത്രയും ആൾക്കാരുണ്ടാവില്ല. അങ്ങനെ ഒരു 3 കൊല്ലം പൂട്ടിയിട്ട് കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരം ഗോവിന്ദ അതോടുകൂടി അവസാനിക്കും. അതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയും തയ്യാറല്ല. ഞങ്ങൾ ഈ എന്താ പറയുക, ഈ മുറ, അതായത് ഭഗവത് എന്താ പറയുക അനുമതിയോട് കൂടിയിട്ട് തന്നെയാണ്, കണ്ണ് നിറഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഞങ്ങളുടെ തട്ടകത്തെ ആൾക്കാരിൽ നിന്നും എലക്ട് ചെയ്ത് വരുന്നതാണ്. ആ ഇലക്ഷനിൽ ഞങ്ങൾ വിജയിച്ച് ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം നടത്തുമ്പോൾ ഞങ്ങൾക്കൊരു മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. മറ്റുള്ളവരെക്കാളും മുൻ വർഷങ്ങളെക്കാളും നന്നായി നടത്തണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അത് മുഴുവൻ ഇല്ലാണ്ടാക്കുകയാണ്. നിലവിലെ സ്റ്റാറ്റസ് എന്താ? ഇപ്പൊ ഞങ്ങള് മഠത്തിലെ വരവ് തുടങ്ങിയപ്പോഴാണ് ഈ എല്ലാം അടച്ചുപൂട്ടിയിരിക്കുന്നത്. ഒരു കമ്മിറ്റി മെമ്പർക്ക് വരെ ഞങ്ങൾ തെക്കോട്ട് ഇറക്കം കഴിഞ്ഞ് വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു കമ്മിറ്റി മെമ്പർക്ക് വരെ ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റുന്നില്ല. 11 മണിക്ക് നമ്മൾ മഠത്തിലെ വരവ് വീണ്ടും തുടങ്ങാൻ വേണ്ടിയിട്ട് ഈ ബാരിക്കേഡിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കമ്മിറ്റിയാണ്, ഒന്ന് കടത്തി വിടണം. ഞങ്ങൾക്ക് ഉത്തരവില്ല. അതൊക്കെ നിങ്ങൾ അവിടെ പറഞ്ഞു. ഇങ്ങനെ ഗുണ്ടായുസം, ഒരു തരം പോലീസുകാരെ ഗുണ്ടായുസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അവസാനിപ്പിക്കണം. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സഹകരിച്ചിട്ടുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ഇനിയും സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷേ അതിനെല്ലാം അതിൻ്റേതായൊരു ചിട്ടയുണ്ട്. ഓരോ കാര്യങ്ങൾക്കും തൃശ്ശൂർ പൂരം എങ്ങനെ നടത്തണം അത് അതിനെക്കുറിച്ച് അറിവുള്ളവരടുത്ത് പഠിക്കണം. അല്ലാണ്ട് എന്താ പറയുക അവനവൻ്റെ ഈ സിംഗിൾ മാൻ ഷോ നടത്തലല്ല. അത് പഠിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവുള്ളവരെ കണ്ട് അത് നടത്തുക. അതെങ്ങനെയാണ് ഇതൊരു നടക്കുക, അതങ്ങനെ പറ്റില്ല. ഇപ്പോൾ സാധാരണ എഴുന്നള്ളിപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും വെടിക്കെട്ടിൻ്റെ പണി തുടങ്ങാൻ പറയും. വെടിക്കെട്ടിൻ്റെ പണി തുടങ്ങരുതെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എല്ലാവരെയും പറമ്പിൽ നിന്നും മാറ്റിയതിന് ശേഷം പറ്റുള്ളൂ. പ്രാഥമികമായ പരിപാടികളുണ്ട്, കുഴി കുത്തുക, കുറ്റിയടിക്കുക. ഇതിനൊന്നും അവിടെ ഈ വെടിമരുന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുവരെ ചെയ്യാൻ പാടില്ല. പിന്നെ പറയും ഇത് ഉത്സാഹത്തോടു കൂടി ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്, അതിൽ 10, 50, 60 ആൾക്കാരുണ്ടായിരിക്കും. അതൊന്നും പാടില്ല. വെടിക്കെട്ട് പണിക്കാർ മാത്രമാണ്. ഈ പൂരം നടത്തുന്നത് ഒരു 10-500 ആളുടെ വലിയൊരു എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ട് നമുക്ക് കണ്ടില്ല എന്നടിക്കാൻ പറ്റില്ല. അവരെ മുഴുവൻ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുമോ? ഓരോ തരത്തിലായാലും ഓരോ തരത്തിൽ അവർ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പം അതൊന്നും ശരിയല്ല. ഞങ്ങൾ പറയുന്നതാണ് ശരി. അല്ലെങ്കിൽ അത് എന്താ പറയുക കോടതി ലംഘനമായിരിക്കും. കോടതിയിൽ നിന്ന് വിധിയുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഹരാസ് ചെയ്യുക. ഏറ്റവും ചുരുങ്ങിയത് ഞങ്ങളുടെ കുത്തുവിളക്ക് പിടിച്ചു വരുന്ന വാരരെ ഇപ്പം അവിടെ പിടിച്ച് തല്ലി. ഞങ്ങളുടെ ക്ഷേത്രത്തിലെ തിരുവമ്പാടി ക്ഷേത്രത്തിലെ കുത്തുവിളക്ക് പിടിച്ചു വരുന്ന ആ വാരരെ പിടിച്ചൊരു തല്ലാതല്ലി. നടുവിലാലില് അവിടെ കുറച്ച് ആൾക്കാരെ അടിയുണ്ട്. ഇതെന്താ കാണിച്ചു കൂട്ടണേ?
അപ്പം ഇതിൽ എനിക്ക് വേണേൽ ഈ നിങ്ങൾ ഈ ദൃശ്യമാധ്യമങ്ങൾ ഇതിനു വേണ്ടി വലിയൊരു വർക്ക് ചെയ്യണം. തൃശ്ശൂർ പൂരത്തിന് ഇല്ലാണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. എല്ലാവരും ഇതിന് ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കണം. തൃശ്ശൂർ പൂരം വളരെ ഭംഗിയായി നടത്താൻ വരും കൊല്ലെങ്കിലും വളരെ നിങ്ങൾ സഹായിക്കണം. ഇത്തരത്തിൽ തന്നെ അത് വെടിക്കെട്ട് നടത്തും നമ്മൾ. അതെല്ലാം പൊതുജനങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് ഞങ്ങളിത് വേണ്ട വെച്ചത്. എന്താ കാരണം, വെടിക്കെട്ട് വേണ്ട എന്ന് വെച്ചു. പൊതുജനങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയാത്ത കാര്യം ഞങ്ങൾക്കും വേണ്ട. അതുകൊണ്ടാണ് ഞങ്ങളൊരു തീരുമാനം എടുക്കേണ്ടി വന്നത്. മനസ്സിലായോ? പൊതുജനങ്ങളെ എല്ലാ സ്ഥലത്തും ബ്ലോക്ക് ചെയ്യുക. അവർക്ക് ആസ്വദിക്കാൻ കഴിയാത്ത പൂരം നമ്മളെന്തിനു നടത്തണം? ഇതെല്ലാവരുടെയും ഒരു ജാതി മത ഭേദമന്യേ തൃശ്ശൂരിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ നെറുകയിൽ ഒരു അഭിമാനമാണ് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളേറെ ദുഃഖത്തോടു കൂടി ഇത് ഇങ്ങനൊരു നടപടിയിലേക്ക് നീങ്ങി. അതിൽ യാതൊരു സംശയമില്ല. പിന്നെ വെടിക്കെട്ടിൻ്റെ കാര്യമൊന്നും ഇനി എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് നടക്കുന്നത്. എന്താ കാരണം, ഞങ്ങൾക്ക് താക്കോല് കിട്ടിയിട്ടില്ല. താക്കോല് കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. പുറത്തേക്ക് ഇറങ്ങി പോന്നു. ഞങ്ങൾ പുറത്തേക്ക് എല്ലാ വർക്കേഴ്സും പുറത്തേക്ക് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് സൗകര്യമായിട്ട് ഈ ജോലി ചെയ്യാനും അതുപോലെ തന്നെ എത്രയോ അനേക വർഷങ്ങളായി ഭംഗിയായി നടത്തിക്കൊണ്ടുവരുന്ന നടപടികൾ അതിൽ എതിര് വരുന്ന രീതിയിൽ എന്ത് വന്നാലും ഞങ്ങൾക്ക് ഇനി തുടർന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ആരും സംശയമില്ല. ഇത്തരത്തിൽ തന്നെയാണ് എന്തായാലും വലിയ പ്രതിഷേധം അത് തിരുവമ്പാടി ഉയർത്തുകയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ തിരുവമ്പാടിയുടെ ഭാഗത്ത് അത് ഈ പൂരത്തിന്റെ ഭാഗമായുള്ള ആളുകൾ എല്ലാവരും തന്നെ വലിയ പ്രതിഷേധവുമായി സംഘടിച്ചു നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഇവരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നു. അതാണ് ദൃശ്യങ്ങളിൽ കാണുന്ന. ആളുകളെല്ലാവരും സംഘടിച്ചു നിൽക്കുന്നു. വെടിക്കെട്ട് നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും കടുത്ത നിലപാടിലേക്ക് തിരുവമ്പാടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായുള്ള നിലപാട്. ഇതിൽ ഏറ്റവും നിർണായകമായത് ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടലാണ്. ഇത്തരത്തിലൊരു ഇതുവരെ ഇല്ലാത്ത ചരിത്രത്തിലില്ലാത്ത ഒരു നിലപാടിലേക്ക് തിരുവമ്പാടിയെ കൊണ്ടുചെന്നെത്തിച്ചത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടലാണ്. കാരണം ഇന്ന് വൈകുന്നേരം രാത്രി 11 മണിയോടുകൂടി തന്നെ ഈ ബാരിക്കേഡുകൾ, അതായത് തൃശ്ശൂർ നഗരത്തിലേക്ക് ഉൾപ്പെടെ പൂരം കാണാൻ പ്രവേശിക്കുന്നവർക്ക് ഈ പ്രവേശനം നിഷേധിച്ചുകൊണ്ട് ബാരിക്കേഡുകൾ ഉയർത്തുന്ന ഒരു സമീപനം അത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. 11 മണിയോടുകൂടി, അതായത് നമ്മൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് പോലും നമുക്കത് പ്രകടമായിരുന്നു. പ്രധാന ഭാഗമായിട്ടുള്ള നായ്ക്കനാലിലും നടുവിലാലിലും എല്ലാം തന്നെ MG റോഡിലടക്കം വലിയ ബാരിക്കേഡുകൾ കെട്ടിക്കൊണ്ട് ഇവർ ഈ പൊതുജനങ്ങൾക്കടക്കം ഈ പൂരം കാണാൻ കഴിയാത്ത തരത്തിലേക്ക് പോലും ഈ ബാരിക്കേഡുകൾ കെട്ടി ഇത് മറയ്ക്കുന്ന സമീപനത്തിലേക്ക് കാര്യങ്ങൾ പോയി. നേരത്തെയും, അതായത് ഈ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആലോചനാ യോഗങ്ങളിലടക്കം കൃത്യമായി പറഞ്ഞതാണ് ഈ പൊതുജനങ്ങൾക്കടക്കം ഇത് കാണാവുന്ന തരത്തിലേക്ക്, അതായത് ഈ പൂരം കാണാവുന്ന തരത്തിലേക്ക് ഇതിന്റെ നടപടികൾ മാറണം എന്നുള്ളത് പറഞ്ഞതാണ്. പക്ഷേ ഇതെല്ലാം മുഖവിലക്കെടുക്കാത്ത തരത്തിലേക്ക് പോലീസ് മാറിയതാണ് ഇത്തരത്തിലൊരു പ്രകോപനത്തിലേക്ക് പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 11 മണിയോടുകൂടി തന്നെ ഈ ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് ഈ പൂരത്തിനെത്തുന്ന ആളുകളെ തടഞ്ഞു. തൊട്ടു പിന്നാലെ തിരുവമ്പാടി ആരോപിക്കുന്ന ഇങ്ങനെയാണ്, വലിയ ജനക്കൂട്ടം ഈ പൂരം കാണാനായി ഈ നടുവിലാലിലേക്ക് എത്തി. ആ സമയത്ത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അവരെ തടയുന്നതിനപ്പുറത്തേക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലാത്തിച്ചാർജ് അടക്കമുണ്ടായി എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് തിരുവമ്പാടി മുന്നോട്ട് വെക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പൂരത്തിന്റെ ചടങ്ങ് മാത്രമായി ഈ കോലം എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ ഈ പ്രസ് ക്ലബ് റോഡിന്റെ ഭാഗത്ത് ഈ നായ്ക്കനാൽ ഭാഗത്ത് ഈ കോലം മാത്രം എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ചടങ്ങ് പൂർത്തിയാക്കുന്ന തിരുവമ്പാടിയുടെ നടപടിയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. അതായത് ഈ ആചാരപരമായ ചടങ്ങ് മാത്രം പൂർത്തിയാക്കുക, പൂരത്തിന്റെ ചടങ്ങുകൾ മാത്രം പൂർത്തിയാക്കിക്കൊണ്ട് ഈ ചടങ്ങ് അവസാനിപ്പിക്കുക എന്നൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ തിരുവമ്പാടി പോയിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഗുരുതര വീഴ്ചയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകരെ അടക്കം യോഗം വിളിച്ച സമയത്ത് നമ്മൾ പറഞ്ഞതാണ്, കഴിഞ്ഞ തവണത്തേതുപോലുള്ള കർശന നിയന്ത്രണങ്ങളിലേക്ക് പോകരുത്. ഈ പൂരം അറിയാവുന്ന, പൂരത്തെ സ്നേഹിക്കുന്ന പോലീസുകാരെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വരണമെന്ന ആലോചനാ യോഗത്തിൽ നമ്മളടക്കം പോലീസിനോട് നിർദ്ദേശിച്ചതാണ്, കമ്മീഷണറോട് നിർദ്ദേശിച്ചതാണ്. പക്ഷേ ഒരു നിർദ്ദേശങ്ങളും പാലിക്കപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറിയിലേക്ക് പോയത്. ഇന്ന് ഉച്ചയ്ക്ക് വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് പോലും നമുക്ക് അനുഭവപ്പെട്ട അതാണ്. ഇന്ന് ഈ ഇലഞ്ഞിത്തറ മേളമൊക്കെ നടക്കുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിന്റെ അകത്തുള്ള പല ഭാഗങ്ങളിലും കയർ കെട്ടി തിരിച്ചു. ഈ കമ്മിറ്റി അംഗങ്ങൾ എന്ന് വേണ്ട, ഈ പ്രത്യേക പാസ് നൽകിയ മാധ്യമപ്രവർത്തകർ എന്ന് വേണ്ട, ആരെയും തന്നെ ഇതിനകത്ത് ഒരു ഭാഗത്തേക്കും വിടാത്ത തരത്തിലേക്ക് കർശന നിലപാടിലേക്ക് പോയി ഈ കർശന നിലപാടിലേക്ക് പോലീസ് പോയി. അത് തന്നെയാണ് അങ്ങനെ അതിന്റെ തുടർച്ച എന്ന്
ജനങ്ങൾക്ക് ഇതേപോലത്തെ ന്യൂസിലെ വേണ്ടേ? മനസ്സിലായ ഇത്രയും 1 വർഷം 1.5 വർഷമായിട്ട് കഷ്ടപ്പെട്ട് ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് ഓരോ കാര്യം ചെയ്ത് വരുമ്പോ ഈ ഏറ്റവും അവസാന സമയത്തില്ലേ ആൾക്കാർ ഊമ്പിക്കുന്ന നോക്ക അങ്ങോട്ട് ക്യാമറ അങ്ങോട്ട് കൊണ്ടുപോ ഇതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ബാരിക്കേഡ് വെച്ച് മറച്ചിരിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇത് നായ്ക്കനാൽ ഭാഗമാണ്. നായ്ക്കനാൽ ഭാഗത്ത് ഇപ്പോൾ ഈ ബാരിക്കേഡ് വെച്ച്, അതായത് ഇത് ഷൊർണൂർ റോഡാണ്, തൃശൂർ ഷൊർണൂർ റോഡാണ്. ഈ തൃശൂർ ഷൊർണൂർ റോഡാണ് ഇപ്പോൾ ഈ ബാരിക്കേഡ് വെച്ച് അടിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു നിർണായകമായ നീക്കത്തിലേക്ക് പോലീസും പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സുപ്രധാനമായ നീക്കം. ACPയുമായി ഇപ്പോൾ ചർച്ച നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പുതിയതായി ലഭിക്കുന്ന വിവരം. അതായത് ഈ വെടിക്കെട്ട് നിർത്തിവെച്ച് വലിയ പ്രതിഷേധത്തിലേക്ക് തിരുവമ്പാടി പോയതോടുകൂടി തിരുവമ്പാടി ദേവസ്വവുമായി ഇപ്പോൾ ACP ചർച്ച നടത്തുന്നു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഈ തുടക്കം മുതൽ തന്നെ കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് ഇതിൽ ഗുരുതരമായ വീഴ്ചയുണ്ട്. മാധ്യമപ്രവർത്തകർക്കടക്കം കമ്മീഷണർക്കെതിരെ DIGക്ക് പരാതി നൽകിയതാണ്. ആ സമയത്തും ACP ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ ഇപ്പോൾ ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ പെട്ടെന്നുണ്ടായ നടപടി, അതായത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ ബാരിക്കേഡുകൾ ഉയർത്തിക്കൊണ്ടാണ് ഈ ഷൊർണൂർ റോഡടക്കം അടച്ചിരിക്കുന്നത്. ചേട്ടാ, ഏതൊക്കെ റോഡുകളാണ്? എല്ലാ റോഡും, തൃശ്ശൂരിലെ എല്ലാ റോഡും അടച്ചേക്കാം. എല്ലാ മൊത്തം ബ്ലോക്കാണ്. ഇത് പാവപ്പെട്ടവർ ഇത്രയും പൈസ കൊടുത്ത് ചെലവാക്കി ഇങ്ങനെ ഈ പഞ്ചവാദ്യവും മേളവും ഈ കാര്യം നടത്തുമ്പോ ഒരാൾക്ക് ആസ്വദിക്കാൻ പറ്റാത്ത വിധത്തില് അടച്ചു നിർത്തിക്കണം. 10:30 മണിക്ക് അടച്ചു. ഒരു കാര്യം പറയാം, അടുത്ത ആഴ്ച ഇലക്ഷനാണ്. ഈ വിഷയങ്ങൾ വരാൻ വേണ്ടിയിട്ട് പറയാനാണ് ഇത് ഇത്രയും ബ്ലോക്ക്. മലപ്പുറം വിഷയം വരുന്നുണ്ട്, അതാണ് ബ്ലോക്ക്. ജനങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1970 ഓരോ കാലഘട്ടങ്ങളില് ഈ തൃശ്ശൂർ പൂരം, ഈ വടക്കനാഥ ക്ഷേത്രം എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്കറിയോ? മീഡിയക്കറിയോ? ആൾക്കറിയില്ല. പക്ഷെ അന്ന് പാവപ്പെട്ട ജനങ്ങളാണ് ഈ പൂരം കാണാൻ വേണ്ടി നിൽക്കുന്നു അവിടെ. മനസ്സിലായില്ലേ? നേരത്തെ വിഷയങ്ങളില്ല, ഒരു വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പൊ വെടിക്കെട്ടിന്റെ കുറെ നാളായിട്ട് വെടിക്കെട്ടിന്റെ വിഷയം ഉണ്ടാക്കിയാലേ ഉണ്ടാവുള്ളൂ. ജനങ്ങൾ എന്ത് വിഷയം ഉണ്ടാക്കണോ? ഇത് കഴിഞ്ഞ വർഷം തൊട്ടാണ് ഈ പരിപാടി തുടങ്ങിയത്. പുതിയ കമ്മീഷണർ അതെ, ഞങ്ങൾക്കിത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കിത് അറിയില്ല. പെട്ടെന്നാണ് രാത്രി നോക്കുമ്പോൾ എല്ലായിടത്തും ആൾക്കാരെ കാണില്ല, പഞ്ചവാദ്യത്തിന്റെ കോളില്ല, ആരുമില്ല. പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ എല്ലാം അടച്ചു വെച്ചിരിക്കണം. പക്ഷെ ഇത്തവണ അവരോട് സംസാരിച്ചിട്ടുണ്ട്. നേരത്തെ മീറ്റിംഗ് കളക്ടർ മീറ്റിലും കമ്മീഷണർ മീറ്റിംഗ് സംസാരിച്ചിട്ടുണ്ട്. എല്ലാം കറക്റ്റ് ചെയ്യാന്ന് എന്ന് പറഞ്ഞ ആൾക്കാര് ഇന്ന് രാത്രി വീണ്ടും അതിനാവർത്തിക്കുന്നു. അപ്പൊ ഇതിങ്ങനെ പോയാൽ നാളെ എന്താണ്? പോലീസുകാർക്ക് മാത്രം പൂരം വെടിക്കെട്ട് കണ്ടാൽ മതിയോ? നാട്ടുകാർക്ക് കണ്ടേ? ഉദ്യോഗസ്ഥർക്ക് കണ്ടാൽ മതിയോ? ചോദ്യമാണ്, ആർക്കാണ് കണ്ടത്? ഇവിടെ എത്ര പത്തനംതിട്ട, കാസർഗോഡ് മുതല് കന്യാകുമാരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഞാനിപ്പോ ഇന്ന് തെക്കോട്ടൊക്കെ കഴിഞ്ഞപ്പോ പത്തനംതിട്ടയിൽ 2 പേര് കാണാനുണ്ട് പരസ്യം വന്നു. അവിടെ വന്നുണ്ട്, അവർ കാണണ്ടേ? എന്തുകൊണ്ട് കാണാൻ പറ്റില്ല? അതാണ് നമ്മുടെ ചോദ്യം. എന്തുകൊണ്ടാണ് വെക്കില്ല? പുലർച്ചെ 3 മണിക്ക് വന്നു. 6 മണിയായപ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. 6 മണിക്ക് ഞാൻ ഇവിടെ വന്നിട്ട് നമുക്ക് ഈ വെടിക്കെട്ട് ഞങ്ങൾ ഇതുവരെ കണ്ടോണ്ടിരുന്നത് ആ കമ്പനി എടുക്കുന്നതാ. വെടിക്കെട്ട് അടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആൾക്കാർ വെക്കുമോ? ഇത് പോലീസുകാർക്കും ബാക്കിയുള്ള കമ്മിറ്റിക്കാർക്കും കാണാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ ഞങ്ങൾ ഇവിടെ വരെ ആദ്യമേ റിപ്പോർട്ട് ചെയ്തോടെ നമ്മളവിടെ വിട്ടിരിക്കും? ആവശ്യമില്ലല്ലോ, നമ്മൾ വരേണ്ട ആവശ്യമില്ല. സബ് കളക്ടറിന്റെ വണ്ടി പോയി, അതിൽ ഫുള്ള് ഫാമിലി ഉണ്ടായില്. അതെന്താ ഞങ്ങൾക്ക് കാണണ്ടേ? അവർക്ക് കണ്ടാ മതിയോ? ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ തൃശ്ശൂർ പോലെ എല്ലാവർക്കും ഒരേപോലെയാണ്. വലിയ പ്രതിഷേധം ഈ മേഖലയിൽ ഉയരുകയാണ്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വിവിധ മുദ്രാവാക്യം വിളികളുമായി എന്തായാലും ഈ പൂരപ്രേമികളെല്ലാം സംഘടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും പോലീസിനെതിരെ വലിയ മുദ്രാവാക്യം ഈ മേഖലയിൽ ഉയർത്തുന്നു. വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇവർ പറയുന്നത്, അതായത് തിരുവമ്പാടി ദേവസ്വം ആരോപിക്കുന്ന ഇപ്രകാരമാണ്. അതായത് 11 മണിയോടുകൂടി തന്നെ എനിക്ക് പിന്നിൽ കാണുന്ന പോലെ തന്നെ ഈ റോഡുകളെല്ലാം, അതായത് നായ്ക്കനാലാകട്ടെ നടുവിലാലാകട്ടെ പ്രധാന റോഡുകളെല്ലാം തന്നെ വലിയ രീതിയിൽ ബാരിക്കേഡ് ഉയർത്തി അടയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി
സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇത് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രകോപനത്തിലേക്ക് പോയത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ACPയുമായി ഇപ്പോൾ ഈ ദേവസ്വം അധികൃതർ എല്ലാവരും ചർച്ച നടത്തുന്നുണ്ട്. ACPയുമായി ഇപ്പോൾ ദേവസ്വം അധികൃതരുമായി ACP ചർച്ച നടത്തുന്നു. ഈ ചർച്ചയിലൂടെ ഒരു പരിഹാരം കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. പക്ഷേ ഇവർ പ്രധാനമായും പറയുന്നത്, അതായത് ഈ നടുവിലാലിലടക്കം ഗുരുതരമായ പോലീസ് വീഴ്ച ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായി എന്നുള്ളതാണ്. ഈ തിരക്ക് കൂടിയ സമയത്ത് ഈ പൂരം കാണാനെത്തിയ ആളുകളെ അടക്കം മർദ്ദിക്കുന്ന നിലപാടിലേക്ക് ഒരു മിനിറ്റ് കാവശ്ശേരി പൂരം നെന്മാറവല്ലെങ്കിൽ അവിടെ ഒന്നും ഒരു പോലീസുകാർക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ ഈ 2 പൂരത്തിനും പോയ ആളാ. മനസ്സിലായ ഇതെന്ത് തെമ്മാടിത്തരാ. വലിയ പ്രതിഷേധം ഇവരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ പ്രതിഷേധം ഉയരുന്നു. ബാരിക്കേഡുകൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് ഈ പൂരം കാണാനെത്തിയ ആളുകളെ തടഞ്ഞതാണ് ഈ വലിയ പ്രകോപനങ്ങൾക്കിടയാക്കിയത്. അതായത് നടുവിലാലും നായ്ക്കനാലും തുടങ്ങി സ്വരാജ് റൗണ്ടിലേക്ക് കയറാനുള്ള വാഹനങ്ങളെ അടക്കം, അല്ലെങ്കിൽ സ്വരാജ് റൗണ്ടിലേക്ക് കയറാനുള്ള ആളുകളെ മുഴുവൻ തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. അതായത് ദൃശ്യങ്ങളിൽ തന്നെ കാണാം വലിയ ബാരിക്കേഡ് അത് പോലീസ് ഉയർത്തിയിരിക്കുന്നു. ഈ ബാരിക്കേഡ് ഉയർത്തിക്കൊണ്ട് തടയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരു ആംബുലൻസ് വന്നാൽ പോലും, അതായത് ഷൊർണൂർ റോഡാണ്, ഇവിടെ ഒരു ആംബുലൻസ് വന്നാൽ പോലും പോകാൻ കഴിയാത്ത തരത്തിലേക്ക് ബാരിക്കേഡുകൾ വെച്ച് അടച്ചു. ഇത്തരത്തിൽ തന്നെയാണ്, അതായത് കമ്മീഷണറുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ച. ഇത് പൂരം കാണാൻ നിൽക്കുന്ന ആളുകളാണ്. ചേട്ടാ, പൂരം കാണാൻ വന്നാണോ? ഈ ബാരിക്കേഡ് വെച്ച് അടച്ചോ? സമ്മതിക്കുന്നില്ല, പൂരം കാണാൻ സമ്മതിക്കുന്നില്ല. പോലീസുകാരെ പൂരം കാണണം. പോലീസിന്റെ ഇടപാട് അത് ശരിയല്ല. പോലീസിന്റെ ഇടപാട് ഞങ്ങളെല്ലാം തല്ലി മാറ്റി. ഇത് തന്നെയാണ്, അതായത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ബാരിക്കേഡ് കെട്ടി നിർത്തിയിരിക്കുന്ന ആളുകളെ കാണാം. അതായത് 100 കണക്കിന് ആളുകളെയാണ് ഇത്തരത്തിൽ ഈ ബാരിക്കേഡ് വെച്ചുകൊണ്ട് ഈ പോലീസ് തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇങ്ങനെ അതായത് ജില്ലാ ഭരണകൂടം അടക്കം കൽപ്പിച്ചിരിക്കുന്ന ഗ്രീൻ സോൺ ഉണ്ട്. ആ ഗ്രീൻ സോണിൽ പോലും നിൽക്കാൻ ആളുകളെ സമ്മതിക്കാത്ത തരത്തിലേക്ക് 11 മണിയോടുകൂടി കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പൂരം തുടങ്ങിയ സമയത്ത് തന്നെ ഈ കമ്മീഷണർക്കെതിരെ DIGക്കടക്കം നിരവധി പരാതികൾ അത് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നൽകിയതാണ്. കമ്മീഷണറുടെ ഇടപെടൽ ശരിയല്ല. മാധ്യമപ്രവർത്തകർ, അതായത് നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരെ യോഗം വിളിച്ച സമയത്ത് നമ്മളടക്കം പറഞ്ഞതാണ് ഈ പൂരം നടത്തിപ്പിൽ പ്രശ്നങ്ങളുണ്ട്, അപാകതകളുണ്ട്, അത് പരിഹരിക്കണം. ഈ പൂരത്തെക്കുറിച്ച് അറിയാവുന്ന ഉദ്യോഗസ്ഥരടക്കം നിലനിർത്തിക്കൊണ്ട് ഈ പൂരം ജനകീയമായി നടത്തണം എന്നൊരു നിർദ്ദേശം നമ്മളടക്കം മുന്നോട്ട് വെച്ചതാണ്. പക്ഷെ ആ ഒരു നിർദ്ദേശവും മുഖവിലക്കെടുക്കാതെ പോയതാണ് ഇത്തരത്തിൽ പൂരം തന്നെ നിർത്തിവെക്കുന്ന ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചതെന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ. എന്തായാലും വലിയ പ്രതിഷേധം ഉയരുന്നു. തിരുവമ്പാടി ദേവസ്വം ഈ ഘട്ടത്തിൽ പൂരം തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നു. അതായത് തൃശൂർ പൂരത്തിന്റെ രാത്രി മടത്തിൽ വരവിന്റെ സമയത്താണ് ഇത്തരത്തിൽ ഈ ബാരിക്കേഡുകൾ ഉയർത്തിക്കൊണ്ട് 11 മണിയോടുകൂടി ബാരിക്കേഡുകൾ ഉയർത്തിക്കൊണ്ട് ആളുകളെ തടയുന്ന നിലപാടിലേക്ക് പോലീസ് പോയത്. തൊട്ടു പിന്നാലെ തന്നെ ഇവർ പൂരം ചടങ്ങുകൾ മാത്രമാക്കുന്ന നിലപാടിലേക്ക് ദേവസ്വം മാറി. അതിന് പിന്നാലെ ഈ വെടിക്കെട്ട് നടക്കുന്ന മേഖലയിലുള്ള ആളുകൾ എല്ലാവരും തന്നെ ഈ വെടിക്കെട്ട് നിർത്തിവെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഇവരെല്ലാവരും പറയുന്നത് ഈ പൂരം വരുന്ന സമയത്ത് തന്നെ ഈ വെടിക്കെട്ടിന്റെ തയ്യാറെടുപ്പുകളെല്ലാം തന്നെ നടക്കാറുണ്ട്. പക്ഷേ ഈ വെടിക്കെട്ടിന്റെ തയ്യാറെടുപ്പുകൾക്കൊന്നും തന്നെ പോലീസ് സമ്മതിച്ചില്ല. അവർ പകരം പറഞ്ഞത് ഈ വെടിക്കെട്ട് നടത്താൻ, അതായത് ഈ പൂരം അവസാനിച്ചതിന് ശേഷം തന്നെ വെടിക്കെട്ട് നടത്തിയാൽ മതി, അല്ലെങ്കിൽ വെടിക്കെട്ടിന്റെ ക്രമീകരണങ്ങൾ തുടങ്ങിയാൽ മതി എന്നൊരു നിബന്ധനയിലേക്ക് പോയി. പക്ഷേ ഈ വെടിക്കെട്ടിന്റെ ഭാഗമായുള്ള കുഴി കുത്തുന്നതും അതുപോലെ തന്നെ ഈ കുറ്റിയടിക്കുന്നതും അടക്കമുള്ള ചടങ്ങുകൾ അത് ഈ പൂരം വരുന്ന സമയത്ത് തന്നെ ചെയ്യുന്നതാണ് പതിവ് രീതി. പക്ഷേ അതിന് പോലും പോലീസ് അനുവദിക്കുന്നില്ല. അത്തരത്തിൽ ഒരു തരത്തിലും സുഗമമായി പൂരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയതോടുകൂടിയാണ് തങ്ങൾ ഇത്തരത്തിൽ ഒരു കടുത്ത നിലപാടിലേക്ക് പോയത് എന്നുള്ളതാണ് തിരുവമ്പാടി ദേവസ്വം പറയുന്നത്. എന്തായാലും ACP ഇവരുമായി ചർച്ച നടത്തിക്കൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ ശ്രമിക്കുന്നുണ്ട്. പരിഹാരം ആകുമെന്ന് നമ്മൾ കരുതുന്നുണ്ട്. പക്ഷേ പല തലങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ട്. മന്ത്രി K രാജനടക്കം ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിന് ഒരു പരിഹാരം കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ട് വരുന്നത്. വലിയ രീതിയിൽ ഇതിന് പ്രതിഷേധം ഉയരുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു ആന ഇങ്ങോട്ട് വരുന്ന. എന്തായാലും ഈ ചടങ്ങുകൾ പൂർത്തിയാക്കി
ചടങ്ങുകൾ മാത്രമാക്കി നടത്തിക്കൊണ്ട് ഈ ചടങ്ങുകൾ അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. ചടങ്ങുകൾ മാത്രമാക്കി നടത്തി ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കമാണ്. അതാ ആനയും കൊണ്ട് ഈ ബാരിക്കേഡ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. വലിയ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകുന്നു. ബാരിക്കേഡ് മാറ്റണം എന്നാവശ്യപ്പെട്ട ആനയുമായതാ ബാരിക്കേഡ്, പോലീസിന്റെ ബാരിക്കേഡ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ആനയുമായി എത്തുന്നു. ആനയുമായി ബാരിക്കേഡ് ഇരിക്കുന്ന സ്ഥലത്തെത്തുന്നു. അതായത് ഈ പൂർണ്ണമായും, അതായത് ഒരു വാഹനങ്ങളോ അല്ലെങ്കിൽ ആളുകളോ ഒന്നും പോകാത്ത തരത്തിലേക്ക് ബാരിക്കേഡ് വെച്ച് അടയ്ക്കുകയായിരുന്നു. ഇപ്പോൾ ഈ നടുവിലാൽ ഭാഗത്ത് ഇപ്പോൾ ഈ ബാരിക്കേഡ് വെച്ചിരിക്കുന്ന മേഖലയിലാണ് ഇപ്പോൾ ഈ ഉള്ളത്. ആനയെ എത്തിച്ചുകൊണ്ട് ആ ബാരിക്കേഡുകൾ അഴിച്ചു മാറ്റണം എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് ആനയ്ക്ക് പോകുന്നതിന് വേണ്ടി. അതായത് നിലവിലെല്ലാം സ്വരാജ് റൗണ്ടിൽ നിന്ന് പുറത്തേക്കുള്ള എല്ലാ റോഡുകളും അടച്ചു കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുറത്തേക്ക് പോകാൻ, അതായത് ഒരു തരത്തിലും ഈ സ്വരാജ് റൗണ്ടിന് പുറത്തേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം, പൂരം കാണാനെത്തിയ ആളുകൾക്ക് പോലും അകത്തേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് തൃശൂർ പൂരം നിർത്തിവെക്കാനുള്ള ഒരു നിർണായകമായ നിലപാടിലേക്ക് തിരുവമ്പാടി ദേവസ്വം എത്തിയിരിക്കുന്നു. എന്തായാലും വെടിക്കെട്ട് നിർത്തിവെച്ചിരിക്കുന്നു, പൂരം നിർത്തിവെച്ചിരിക്കുന്നു. അങ്ങനെ കർശനമായ ഒരു നിലപാടിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ആനയെ എത്തിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഈ ബാരിക്കേഡുകൾ മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ പോലീസ് വഴങ്ങുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അശ്വിൻ പാലാഴി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. നമ്മുടെ പ്രതിനിധി അശ്വിൻ പാലാഴി കൂടി ചേരുകയാണ്. അശ്വിൻ, എന്താണ് നിലവിലെ സാഹചര്യം? നിലവിൽ എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊരു അനുനയ ചർച്ച പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് ദേവസ്വം ഓഫീസിലാണ്, തിരുവമ്പാടി ദേവസ്വം ഓഫീസിൽ എങ്ങനെ പ്രശ്നം പരിഹരിക്കാം എന്നുള്ളതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അയവ് അത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകം. നിലവിൽ ഈ നിയന്ത്രണങ്ങളിൽ അയവ് വരുത്താനാവില്ല എന്നുള്ള നിലപാട് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ വലിയ പ്രതിഷേധം ദേവസ്വം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വരും മിനിറ്റുകൾ നിർണായകമാണ്. ഏതെങ്കിലും തരത്തിലുള്ള അനുനയം ഈ ചർച്ചയിൽ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയം. നിലവിൽ എന്തായാലും ഈ നിയന്ത്രണങ്ങൾ അയക്കാനോ നിലവിൽ തടഞ്ഞിരിക്കുന്ന റോഡുകൾ തുറന്നുവിടാനോ പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ള നിലപാട് അറിയിച്ചിട്ടുണ്ട്. ACP S. സുദർശനാണ് ഈ ചർച്ചയ്ക്ക് വേണ്ടി ദേവസ്വം പ്രതിനിധികളുമായി സമീപിച്ചിരിക്കുന്നത്. എന്തായാലും പൂരം നടത്തില്ല എന്നുള്ളൊരു നിലപാടിൽ ദേവസ്വം ഉറച്ചു നിൽക്കുകയാണ്. അതിന് നിയന്ത്രണങ്ങൾ നീക്കുകയാണ് വേണ്ടത് എന്നുള്ളത് ഏറ്റവും പ്രധാനമായി അവർ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ പൂരത്തിന്റെ തുടക്ക ദിവസം മുതൽ പോലീസ് ഇതിനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊരു ആരോപണം ഇരു ദേവസ്വങ്ങളും നടത്തുന്നുണ്ട്. പൂര നടത്തിപ്പുകാരെ കാഴ്ചക്കാരാക്കി മാത്രം മാറ്റിക്കൊണ്ട് ഒരു ഹൈജാക്ക് അത് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ പരാതിയായി ഉന്നയിക്കപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ ഇത്തരത്തിൽ ഈ പൂരത്തിന്റെ അവസാന ദിവസമായ വെടിക്കെട്ടിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് 11 മണിയോടുകൂടി തന്നെ ബാരിക്കേഡ് കെട്ടിയ ആളുകളെ തടഞ്ഞതിന് വീണ്ടും വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ ആംബുലൻസുകൾ പോലും കടത്തിവിടാനാകാത്ത തരത്തിൽ പോലീസ് ഒരു നിലപാട് സ്വീകരിക്കുന്നതിനെതിരെയും പ്രതിഷേധമുണ്ടാകുന്നുണ്ട്. എന്തായാലും പൂരപ്രേമികൾക്കിടയിൽ വലിയ പ്രതിഷേധം അത് ഈ രാത്രിയും ഈ പുലർച്ചെ 2:30 ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും എന്താണ് ഈ അനുനയ ചർച്ചയിൽ ഉണ്ടാകാൻ പോകുന്ന തീരുമാനം എന്നുള്ളതിലാണ് ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ദേവസ്വത്തിന്റെ തിരുവമ്പാടി ദേവസ്വത്തിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും അടക്കമുള്ളവരുമായാണ് ഓഫീസിനുള്ളിൽ ACP ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെയുള്ള ചർച്ചയിൽ 10 മിനിറ്റ് പിന്നിടുമ്പോഴും ഒരു അനുനയത്തിന് പോലീസ് തയ്യാറല്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും എന്താണ് ഈ ചർച്ചയുടെ ബാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത്.